പറഞ്ഞ് എല്ലാവർക്കും തുന്തുരു എന്നുള്ള പേരറിയാം. ഇപ്പോഴും എന്നോട് എവിടെ വർക്ക് ചെയ്യണേ ഞാൻ അറ്റ്ലാന്റിസ് തന്നെ അറിയാറ്. അന്വേഷിച്ച് പോവാനൊന്നും പോണില്ലല്ലോ. പിടിച്ചിണ്ട് ചേട്ടൻ ഇന്നലെ ഇട്ടല്ലോ. നാണം വന്നോ നാണം. അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. നമുക്കൊരു പല്ല് വെച്ചാലോ അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു കഷ്ണം പോയിട്ട് അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് കഴിക്കുമ്പോ അച്ഛൻ വാങ്ങിച്ചും തിന്നു. അച്ഛനോട് അമ്പോടും മിണ്ടണ്ട. വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് പറയും. പിന്നെ ഇന്ന് എൻ്റെ അമ്മയും തുന്തുരും ചക്കരയും പിന്നെ ഉണ്ണിയും കൂടി വന്നിട്ടുണ്ട്. കണ്ണംകുളങ്ങര നിങ്ങൾ വന്നിട്ടുണ്ട്. തുന്തുരു വന്നു ഞാനൊരു വീഡിയോയിൽ 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുന്തുരു വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവരെന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ വിളിച്ചിട്ടുണ്ട്. തുന്തുരു നമസ്കാരം എല്ലാവർക്കും. കുറെ പറഞ്ഞ് എല്ലാവർക്കും തുന്തുരു എന്നുള്ള പേരറിയാം. പക്ഷെ ചിലവരൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഒരു 2 കൊല്ലം മുന്നിട്ടുണ്ടായിരുന്നു. തലമുട്ടടിച്ച വീഡിയോ. പക്ഷെ ഇപ്പുള്ളവർക്ക് ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. ആരാണ് ഈ തുന്തുരു വിചാരിക്കുന്നത്. ശരത്ത് എന്നാണ് കേട്ട പേര്. ഓമന പേരാണ് തുന്തുരു. അതെങ്ങനെയോ വന്നു അങ്ങനെ ആ പേര് സ്ഥിരമായി. ഇപ്പൊ അവനും ശരത്ത് എന്നുള്ള പേര് വിളിക്കണ അവന് ഇഷ്ടമില്ല. അങ്ങനെ ആ പേര് വിളിക്കണ ഇഷ്ടമില്ല ആൾക്ക്. അറിയില്ല. നമ്മുടെ വീട് റിനോവേഷൻ ചെയ്തിട്ട് കണ്ടിട്ടില്ല ആള്. പിന്നെ തുന്തുരു ദുബായിലാണ് ജോലി ചെയ്യുന്നത്. എന്താ വാവേ? ദുബായിലാണ് ജോലി ചെയ്യണത്. ഇപ്പൊ ഏത് ഹോട്ടലിലാ? ഞാൻ മാരിയറ്റിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാറിയതിൽ അറ്റ്ലാന്റിസിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി. ഇത് മാരിയറ്റ്. ഇത് ഞാൻ എപ്പോഴും മറക്കും. ഇപ്പോഴും എന്നോട് എവിടെ വർക്ക് ചെയ്യണേ ഞാൻ അറ്റ്ലാന്റിസ് തന്നെ പറയാറ്. അന്വേഷിച്ച് പോവാനൊന്നും പോണില്ലല്ലോ അങ്ങനെ പറയും. ദുബായിൽ എവിടെയും തുന്തുരു വന്നിട്ട് നമ്മള് തുന്തുരു അവിടെ ഷെഫാണല്ലോ. തുന്തുരിനോട് നമ്മള് ഒരു ഗംഭീരമായ ഒരു പാചകം ചെയ്യുന്ന പാചകം ചെയ്യിപ്പിക്കാണ്ട് വിടാൻ പറ്റുമോ? ഒരു മാസത്തെ ലീവുള്ളോ? എന്നാ പോവാ? ഞാൻ മെയ് 3-ാം തീയതി പോകുന്നു. അപ്പോൾ കുറച്ച് നാളും കൂടെ ഉള്ളു. അപ്പോൾ തുന്തുരിനോട് പരമാവധി നമുക്ക് ചെയ്യിപ്പിക്കണം. നല്ല കോണ്ടിനെന്റൽ സാധനങ്ങളൊക്കെ അല്ലേ. പിന്നൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മീൻകുളം ഇങ്ങോട്ട് വന്ന് നോക്കിക്കോ. വീട്ടിലത്തെ ഇതുണ്ടല്ലോ. എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഹാളില് ഒരു വലിയൊരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. എന്നല്ല ഉണ്ട്. അപ്പോൾ അതിലത്തെ മീനുകളൊക്കെ തുന്തുരു വന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആകെ മാറ്റി മറിച്ചപ്പോൾ ആ മീനുകളൊക്കെ മാറ്റി അതിൻ്റെ കിടിൽ കൊണ്ടിട്ടു. ഞാൻ അക്വേറിയം പ്ലാന്റഡ് ആക്കാൻ വേണ്ടിട്ട് പോകും. അപ്പൊ അത് കാരണം ഗോൾഡ് ഫിഷിനൊന്നും അതിൽ ഇടാൻ പറ്റില്ല. അതൊക്കെ ചേച്ചിന് പിന്നെ വാളയുണ്ട് 2 ഇതിലുള്ള കോഴിക്കാർപ്പുകള് നമ്മളിപ്പോ 20 എണ്ണത്തിൽ ഇപ്പൊ 4 എണ്ണം ഉള്ളോട്ടാ. ബാക്കിയുള്ളതിനൊക്കെ കൊക്ക് പൊന്മാനൊക്കെ എടുത്തോണ്ട്. അപ്പോ 4 എണ്ണം ഉള്ളപ്പോ ആ 4 എണ്ണം അതുവരെ ഫുൾ ടൈം ആ കുഴിയുള്ളില്ല. ഇങ്ങോട്ട് വരില്ല. ഇവരിട്ടപ്പോ ഇവര് ഭയങ്കര ആക്റ്റീവായി. ഈ ഗോൾഡ് ഫിഷും വാള. അച്ഛനാണെങ്കിൽ വിറ്റങ്ങൾക്ക് നേന്ത്രപ്പഴം, ചോറ്, കൊക്കുവട, ഇഡ്ഡലി, സാമ്പാർ അങ്ങനെ അച്ഛൻ എന്ത് കഴിക്കണം അതൊക്കെ ഇട്ട് കൊടുത്ത് ഇവർക്ക് മിസ് ചെയ്യുണ്ടാവും ഇപ്പൊ അതൊക്കെ അല്ലേ അമ്മ? ഇവിടത്തെ പൊന്മാനെ പറ്റി അറിയില്ല. അതായിരിക്കും കറങ്ങി നടക്കുന്നത്. അപ്പോ ഇത് വന്നപ്പോ ഈ ചെടികളുണ്ടല്ലോ, ചെടികള് ഭയങ്കര തീറ്റിയായിരുന്നു. തീ കയറാം. തുന്തുരു വീടിന്റെ ഉള്ളൊന്നും കണ്ടിട്ടില്ലേ? അങ്ങനെയുണ്ട്. അവിടെ ഊഞ്ഞാലാടാൻ പോയിട്ടുണ്ട്. പിടിച്ചിണ്ട്. അപ്പൊ അവരവിടെ ഊഞ്ഞാലാണ്. അവര് പിന്നെ വീടിന്റെ ഉള്ളിൽ കണ്ടിട്ടുള്ളത് ചക്കരൊക്കെ. ചെക്കന്റെ വീട്ടുകാര് കയറാൻ പോകുന്നു വീട്ടിലോട്ട്. രാത്രി കാണുമ്പോഴാണ് ഈ ലൈറ്റിന്റെ ഒക്കെ ഭംഗി അറിയുള്ളൂ. പൂജാമുറി
വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ആ ഞാൻ വീഡിയോ അത് ഞാൻ മുഴുവൻ കണ്ടിട്ടുണ്ട്. വേറെ വീഡിയോ ഒന്നും കാണാറില്ലേ? എവിടെ സമയം കിട്ടണ്ടേ? 5-6 ദിവസം കൊണ്ട് കണ്ടു തീർത്ത് വീടിന്റെ വീഡിയോ. സമയം കിട്ടില്ല. അച്ഛൻ വന്നിട്ടില്ല കേട്ടാ. അച്ഛന് പണിയുണ്ട് കൊണ്ട് അച്ഛൻ വന്നില്ല. ഉച്ചയ്ക്ക് വരെ ഇരിക്കില്ല. വരുമോ? ഇതൊക്കെ സ്റ്റിക്കർ അല്ലേ? അത് വാൾപേപ്പർ കാണുമ്പോ പെട്ടെന്ന് മറ്റേ വെൽവെറ്റ് ഒക്കെ പോലെ തോന്നും. ഒരു തുണി പോലെ തന്നെയാണ് ഞങ്ങളുടെ മെറ്റീരിയൽ പോലെ, അല്ലാണ്ട് പേപ്പർ അല്ല അത്. പക്ഷെ ബാക്കില് ഒരു പ്ലാസ്റ്റിക് പോലത്തെ സാധനം, അവിടെ ഒരു തരം പശ തേച്ചിട്ടാണ് അവർ ഒട്ടിക്കണം. ഇത് തുടയ്ക്കാൻ പറ്റില്ല അല്ലേ? തുടച്ചിട്ടില്ല ഞാൻ ഇതുവരെ. പൊടിയൊന്നും കാണാനില്ല. പിന്നെ പൊടി പിടിച്ചാൽ അറിയാത്തൊരു കളറായത് ഭംഗി. ഇത് പക്ഷെ ഇതിന്റെ ഭംഗി അറിയണമെങ്കിൽ എനിക്ക് UV ലൈറ്റ് അടിക്കണം, അപ്പഴതിന്റെ ഭംഗി അറിയുള്ളൂ. നിനക്ക് രാത്രി അവിടെ ഒരു നെരിക്കുണ്ട്, അത് അടിച്ച് കാണിച്ചു തരാം. ഒരു സ്പോട്ട് ലൈറ്റ് ഇരിക്കുന്നു. എല്ലാ വെളിച്ചവും പോയിട്ട് അതിലേക്ക് തന്നെ UV ലൈറ്റ് അടിക്കണം. പകൽ ഞാൻ നമ്മൾ അടിച്ചു നോക്കിയിട്ടില്ല കേട്ടാ. ചേട്ടൻ ഇന്നലെ ഇട്ടല്ലോ. ബീറ്റ്റൂട്ടിന്റെ മണം ഉണ്ടാവും. ബീറ്റ്റൂട്ടിന്റെ മണം മാറിങ്ങി കുറച്ച് ദിവസം ഒരു ദിവസം ഒരു 12 മണിക്കൂറായിട്ട് ഞാനിപ്പോ ഏതാണ്ട് ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുന്ന പോലെ ഉണ്ടല്ലേ. അതിന് അധികം മാറണം. പിന്നെ വീട് ഇവരൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ കേട്ടാ. വീടിന്റെ ഉള്ളൊക്കെ കണ്ടുട്ടാ. ഇനി പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ മീൻകുളം കാണാൻ വന്നേക്കാം. മീൻകുളം നാണം വന്നു. നാണം എന്റെ അനിയനാ, ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത് നാത്തൂൻ ചക്കര. വീടരുത് കേട്ടായിലേക്ക്. ബാക്കി പേടിയുണ്ടാ? ഇതില് ചാടണ കുളിക്കാൻ തീറ്റ ഞാൻ എടുത്തിട്ട് വരാം. കൈ കഴുകണം എന്നിട്ട്. കുട്ടികളെ പഠിച്ചിട്ടതല്ലേ? അല്ലല്ല, ഇതില് പാറ്റി ഉണ്ടായതാ. അതൊക്കെ ഒരുവിധം കഴിഞ്ഞു. വിറ്റളി വലുതാവില്ല. ഇതിൽ തന്നെ പാറ്റി ഉണ്ടായതേ. ഇത്ര വലിപ്പ വരള്ളൂ അത്ര. അതെന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ ഈ വിറ്റങ്ങൾക്ക് നമ്മള് വാങ്ങിക്കണ കുട്ടികൾക്ക് തുടക്കം ഒരു 10-20 ദിവസം അവിടെ നിന്ന് ഒരു തീറ്റ കൊടുക്കും, ഒരു ഹോർമോൺ തീറ്റ. അത് വിറ്റൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ ഈ വിറ്റൾക്ക് ടേസ്റ്റ് കൂടുന്നു മാത്രം. അതന്നെ. അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. അപ്പുറത്തെ പറമ്പിലേക്ക് പോയി തീറ്റ. എല്ലാ ദിവസവും കോരി കളഞ്ഞോടെ നിന്നിട്ട് നോക്കിയേ ഇവളെ കണ്ടാ? നോക്കിയേ ഇവളുടെ ഭംഗിയൊക്കെ പോയി. വാവയുടെ പല്ല് പോയിട്ട് കുറുമ്പത്തി ഓടി കളിച്ചപ്പോ വീണു. കട്ടിലേമേ മോന്തി ഇടിച്ച് വീണിട്ട് പല്ല് പൊട്ടിപ്പോയി അല്ലേ വാവേ? നമുക്കൊരു പല്ല് വെച്ചാലോ? അവിടെ ഡോക്ടർ വെച്ചോളൂ അല്ലേ? നമുക്ക് പോവാ, ഡോക്ടറിന്റെ അടുത്ത് പോവാ. അപ്പഴാ ഈ കുട്ടീനെ കാണാൻ ഭംഗിയുള്ളോ? പല്ലില്ലാണ്ട് ഒരു ഭംഗിയില് കാണാൻ. വെച്ചാലോ നമുക്ക് പല്ല്? ചക്കപ്പല്ല് വരുമോ ഇനി? അമ്മായിരെ പോലത്തെ പല്ലാവും വരാ. അമ്മായിരെ പോലത്തെ പല്ലവും വരാ. കണ്ടാ? ഇതുപോലത്തെ പല്ലവും വരാ. വലിയ പല്ല് വന്നിട്ട് ചെയ്യാ. നമുക്ക് കുഞ്ഞിയെ പല്ല് വെക്കാം ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് അല്ലേ? വേണ്ടേ? കുഞ്ഞിയെ പല്ല് വെക്കാന്ന്. എഞ്ചിൻ പോയതേണ്ട.
ബാ അടുത്തെടുത്ത അടുത്തെടുത്തതാ ഉള്ളിൽ കുറേ നീ പേയ്ക്കുട്ടിക്ക് നിറച്ച് എന്നാ എന്നാ എന്നാടി ചിക്കൻ കഴിക്കായിരുന്നു. അതെ, ആദ്യം കുട്ടി കഴിക്കണ്ടായിരുന്ന പീസ് അതിന്റെ അമ്മ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു തിന്നു. അപ്പൊ അവള് ക്ഷമിച്ചു. അത് ഇനി പിന്നെ ഒരു കഷ്ണം പോയിട്ട് അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് കഴിക്കുമ്പോ അച്ഛൻ വാങ്ങിച്ചു തിന്നു. പിന്നെ ഇനി കരയണ്ട അമ്മായി തരാട്ട വാവയ്ക്ക് കൊറേ തരാട്ട. അച്ഛനോട് അമ്മോടും മിണ്ടണ്ട. വേണ്ടാന്ന് പറഞ്ഞാ അത് വേണ്ടാന്ന് പറയും. അമ്മായി തരാട്ടാ. മീൻവെള്ളം കൂടി വേണ്ട, ഇത് കഴിയുമ്പോ എടുത്താ മതി അല്ലേ? അത് വേണേ എടുത്തു. ഒരെണ്ണം വേണമെങ്കിൽ എടുത്തോളാം പറയും. ഒരെണ്ണം പാവല്ലേ, പാവര അച്ഛനല്ലേ, പാവല്ലേ, ഒരു കഷ്ണം കൊടുത്തോ. അമ്മ ഇതടിയേക്കും. ഗുഡ് ഗേൾ. എത്ര തുപ്പില് പോയി. പാട്ട് പാടിയേ. പ്രത്യേക രസം. അല്ല നമ്മള് വെറുതെ പോകുമ്പോ സർവത്ത് വെച്ച് കുടിക്കില്ല. അത്രയും ചൂടത്ത് പോയിട്ടാ സർവത്ത് കുടിക്കാറ്. ഭയങ്കര രസമാണ്. കുറച്ചു നേരം വെയിലത്ത് ഓടിയിട്ട് വന്നിട്ട് കുടിക്കാൻ ആദ്യ രസം. നോക്കിയേ കമ്മണി. ഏത് പറഞ്ഞില്ലേ ഒരു വേണ്ടേ? ആക്കിയാ ശരി. അപ്പൊ ഒരു ചോറുണ്ടോ? മിളക് മാറ്റിയാ മാമ മാറ്റി. അതൊന്നും വേണ്ട അല്ലേ?